വലിയ ദുരന്തത്തിന് ശേഷം ഒരു ക്രിസ്മസ് ആഘോഷത്തിന് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം ക്രിസ്മസ് പങ്കുവെക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്മസ് ആയിട്ട് ഇത് മാറ്റപ്പെടട്ടെ. വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്നതിനേക്കാൾ നമുക്കെന്ത് ഉണ്ടാക്കിക്കൊടുക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ആവുന്ന വിധത്തിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് ക്രിസ്മസിൻ്റെ സന്തോഷം സമൂഹത്തിന് പങ്കുവെക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ നന്മകൾ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യും. കാലഘട്ടത്തിൽ വാർത്തയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തിരിയെങ്കിലും ക്ഷാമമുള്ളത് നല്ല വാർത്തകൾക്കാണ്. ക്രിസ്മസ് കാലം മനുഷ്യരായ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല വാർത്തകൾ സൃഷ്ടിക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടണം എന്നുള്ളതാണ്. ഇതിലൊക്കെ തുറന്നു നോക്കിയാൽ നമുക്കറിയാം, ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. ക്രിസ്മസിൻ്റെ അലങ്കാര വസ്തുക്കൾ വിൽക്കുന്നതായൊരു കടയിലേക്ക് കയറി ചെന്ന കുട്ടി കടക്കാരനോട് ചോദിച്ചു, ഉണ്ണീശോയുടെ മുഖംമൂടിയുണ്ട്. കടക്കാരൻ വല്ലാതെ വിഷമിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നത്. സാന്റാക്ലോസിൻ്റെ മുഖംമൂടിയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഏത് തരത്തിലും കോലത്തിലുള്ളതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അങ്ങനൊരു സാധനം ഇവിടെ ഇല്ല മോനെ. വിഷമിച്ച കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ പള്ളിയിലെ സിസ്റ്റർ അവനെ കണ്ടിട്ട് ചോദിച്ചു, എന്തേ സങ്കടപ്പെടുന്നത്? അവൻ പറഞ്ഞു, ഉണ്ണീശോയുടെ മുഖംമൂടിയിൽ. സിസ്റ്റർ പറഞ്ഞു, സാന്റാക്ലോസിൻ്റെ മുഖംമൂടി നീ ധരിക്കണം, ഉണ്ണീശോയുടെ മുഖം നീ സ്വന്തമാക്കണം. ക്രിസ്തുമസ് മുഖംമൂടി ധരിക്കാനല്ല, ക്രിസ്തുവിൻ്റെ, അതായത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖം സ്വന്തമാക്കാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ഉത്സവമാണ്. യേശുക്കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി കന്യക മറിയാമും യൗസേപ്പ് പിതാവും സത്രത്തിലേക്ക് കടന്നില്ല. സത്രക്കാരൻ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല. സത്രത്തിൽ സ്ഥലമില്ല എന്നതൊരു സത്യമാണ്. പക്ഷേ സ്ഥലമുണ്ടാക്കാം എന്നുള്ളത് ഒരു സാധ്യതയായിരുന്നു. സ്ഥലമില്ല എന്ന് പറഞ്ഞ സത്രക്കാരനും ഒരു ചെറിയ ഇടം അവിടെ ഉണ്ടാകുക. മിച്ചം ഉണ്ടായിട്ട് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല. മറിച്ച് മിച്ചം പിടിച്ച് സഹായിക്കുമ്പോഴാണ് നമ്മുടെ സഹായത്തിനൊക്കെ ഒരുപാട് മികവുണ്ടാകും. സ്ഥലമില്ല എന്ന സത്യത്തിൽ നിന്ന് സ്ഥലമുണ്ടാക്കാമെന്ന സാധ്യതയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മികവേറുക എന്ന് തിരിച്ചറിയണം. ലോകത്തിൽ എല്ലാ ദിവസവും ഒരേ വാർത്തയാണ് ഉണ്ടാകുന്നത്. ഒരു വാർത്തയുള്ള ലോകത്ത് എന്തിനാണ് ഇത്രമാത്രം പത്രമാധ്യമ പ്രവർത്തകർ? ന്യൂസ് ഒന്നേ ഉള്ളൂ, വ്യൂസ് മാത്രമാണ് വ്യത്യാസം. ന്യൂസിനെ കുറിച്ചുള്ള നമ്മുടെ വ്യൂസ് അത് എത്രമാത്രം ശുദ്ധിയുള്ളതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് വാർത്ത കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിൽ നമുക്ക് നല്ല വാർത്ത കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. വാർത്താ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടെ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ റേറ്റിംഗ്, അല്ലേ? റേറ്റിങ്ങിന് പല അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് ഒരു നിലവാരം എന്നുള്ളൊരർത്ഥമുണ്ട്. അവിടെയാണ് ആ റേറ്റിങ്ങിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ കൊടുക്കുന്ന വാർത്ത ഇമോഷണലാകാം, സെൻസേഷണലാക്കാം, പക്ഷേ റാഷണലാണോ എന്ന് കൂടെ ആലോചിക്കുമ്പോഴാണ് വാർത്തയ്ക്ക് അത് റേറ്റിംഗ് നിലവാരത്തിലേക്ക് കടന്നു വരാൻ ഇടയാകുക. നേട്ടം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല വാർത്തയുടെ ആളുകളായി മാറുവാൻ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് ആവശ്യങ്ങളുമായി വരുന്നവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ മനസ്സ് വെച്ചാൽ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നുള്ള സാധ്യതയെ തിരിച്ചറിഞ്ഞ് എല്ലായിടത്തും
ഒരു ന്യൂസ് ആണെങ്കിലും ന്യൂസിനെ കുറിച്ചുള്ള വ്യൂസ് എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ഏറ്റവും സന്തോഷത്തിൻ്റെതാകട്ടെ, സമാധാനത്തിൻ്റെതാകട്ടെ, സൗഹാർദ്ദത്തിൻ്റെതാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ നേരുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ജോയി ചേട്ടനും ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കേക്ക് കട്ട് ചെയ്തിട്ട് അതിനെ പിതാവിന് കൊടുത്ത് നമ്മൾ ഈ പരിപാടിയുടെ ഔദ്യോഗികതയിലേക്ക് കടക്കും. പ്രസ് ക്ലബ് ഭാരവാഹികളെ, വളരെ ജെയിംസേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കാലഘട്ടം നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിഞ്ഞ ക്രിസ്മസ് കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വയനാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജില്ല വരികയും ചെയ്തു. പല കാരണങ്ങളുണ്ട് നമ്മളൊരു ക്രിസ്മസ് ആഘോഷം. അവസാനം വന്ന മുണ്ടക്കൈ ചുരൽമല ദുരന്തം, അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള നമ്മുടെ ജില്ലയിലെ വന്യമൃഗശല്യ രൂക്ഷത, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വയനാട് ജില്ല പ്രത്യേകിച്ച് മറ്റേത് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് അതിൻ്റെ ഉയർന്ന ശ്രേണിയിൽ വർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തും പുറം ലോകത്തും, നമ്മുടെ രാജ്യത്തിന് വെളിയിലും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അകത്തുമൊക്കെ തന്നെ വലിയൊരു ചർച്ചയാക്കി മാറ്റി കൊണ്ടുപോകാൻ സാധിച്ചു. ടിഷ്യൂ